നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിച്ചവരുടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് എനർജിയോ സെപ്പറേഷൻ പീരീഡോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നോക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ അവരെടുക്കാൻ പോകുന്ന തീരുമാനവും നെക്സ്റ്റ് അവരെടുക്കാമെന്ന ആക്ഷൻ എന്താണെന്ന് കൂടി നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന ഓരോ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വിശ്വാസവും സമർപ്പണബോധവും പ്രാർത്ഥനയും ഇതിൽ നൽകുന്നുവോ അതനുസരിച്ച് തന്നെ നിങ്ങളിലേക്ക് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആവുകയും നിങ്ങൾക്കിത് അനുഭവ യോഗ്യമാവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഇതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. നിങ്ങളുടെ ഒരു അഭിപ്രായം പോലും ഇവിടെ ആവശ്യമില്ല. കാരണം നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ആ ഒരു കർമ്മ നിങ്ങളെ തേടി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. ദൈവികമാകുന്ന ഏത് കാര്യത്തെയും നമ്മൾ എത്രത്തോളം താഴ്ന്ന രീതിയിൽ കാണുന്നുവോ അത്രത്തോളം നമ്മളിലേക്ക് കർമ്മകൾ കണക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മാക്സിമം ബാഡ് കർമ്മകളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക. ലൈഫിൽ ഈ ഒരു ടാറോ റീഡിങ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും യൂണിവേഴ്സൽ നൽകുന്ന ഒരു അനുഗ്രഹമായിട്ടും അല്ലെങ്കിൽ നാളെ എന്ത് എന്നുള്ളതിനൊരു മറുപടിയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ടും ഒക്കെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾക്കതിനെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, അതിനു മുമ്പിൽ നിങ്ങളുടെ വാതിൽ അടയ്ക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു നിശബ്ദതയോടുകൂടി മടങ്ങിപ്പോകാൻ നോക്കുക. നെഗറ്റീവാകുന്ന കമൻസുകൾ ഇടാനും നെഗറ്റീവാകുന്ന മൈൻഡ് സെറ്റോടുകൂടി ഇതിനെ കാണാനും കേൾക്കാനും ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസിനേക്കാൾ കൂടുതൽ ബാഡ് കർമ്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ളതാണ് ആ ഒരു എനർജിയെ മനസ്സിലാക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം മാത്രം ഇതിനെ കണക്റ്റ് ചെയ്യുക. അല്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോഴ്സ് ആണ്. അതായത് നിങ്ങളെ വേദനിപ്പിച്ച് കടന്നുപോയ വ്യക്തികളുടെ ഒരു ഓവറോൾ എനർജി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അവർ ശക്തമാകുന്ന ജസ്റ്റിസ് നേരിടുന്നുണ്ട്. അവർ നേരിടുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നത് കൂടുതലും ഇമോഷണൽ പരമായി അവർ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരികയും പൂർണ്ണതയോടുകൂടി ഒരു തീരുമാനങ്ങളിൽ എത്തിച്ചേരാനോ ശക്തമാകുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കാനോ പറ്റാത്ത അവസ്ഥയിലും, കൂടാതെ ഒരുപാട് ബർഡൻ, ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ പല കാര്യങ്ങളുടെയും വിയോഗം അനുഭവിക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ ആ ഒരു വിയോഗത്തിൻ്റെ വാർത്ത കേൾക്കേണ്ടതായിട്ടുള്ള എനർജികൾ വരുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കാത്ത തന്നെ തരത്തിൽ അവർക്ക് പല അപവാദങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അപവാദങ്ങളെ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ചേരുന്നുണ്ട്. സ്ട്രഗ്ലിങ് എനർജിയാണ്. അവരുടെ ഫാമിലീനെ ആണെങ്കിലും അവരുടെ ചുറ്റുപാടിനെ ആണെങ്കിലും അവർ ചിന്തിക്കുന്ന ഏത് സിറ്റുവേഷൻസിനെ ആണെങ്കിലും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഒരു സ്റ്റെബിലിറ്റിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ വളരെയധികം സ്ട്രഗ്ലിങ് ചെയ്യുന്ന ഒരു എനർജിയിലൂടെ തന്നെയാണ് ഈ ഒരു വ്യക്തികളുടെ എനർജി കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഏറ്റവും വളരെ ശക്തമാകുന്ന ഒരു കാർമിക് എനർജിയിലാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. കാർമിക് എനർജിയാണ്. കാരണം ഒരു ബന്ധനം, ഒരു ട്രാപ്പഡ് എനർജിയിലാണ്. അതൊരു വ്യക്തിയിലോ മറ്റുമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അവരുടെ മൈൻഡ്, അവരുടെ സോൾ ഓട്ടോമാറ്റിക്കലി ഒരു ട്രാപ്പഡ് എനർജിയിൽ, അതായത് ഒരു സ്റ്റക്ക്
സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, ശരിയായത് എന്ത് തെറ്റായത് എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം പ്രപഞ്ചം നൽകുന്ന ഒരു ജസ്റ്റിസ് എന്ന എനർജിയിൽ വന്ന് നിൽക്കുന്ന, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് ഗുഡ് കർമ്മയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മളെ തേടി പിന്നീടാണ് വരുന്നത്, ആ സമയത്തല്ല വരുന്നത്. ബാഡ് കർമ്മയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തേടി ആ ഒരു കർമ്മ വന്നിരിക്കും. അതിന് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന പേഴ്സൺ കടന്നു പോകുന്നത്. കാരണം ഒരു നല്ലൊരു പാർട്ട്ണർ എനർജി പോലും അവർക്ക് കിട്ടുന്നില്ല. കിട്ടുന്ന എനർജി മറ്റൊരു വ്യക്തിയുടെ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ സാന്നിധ്യം കിട്ടുന്നത് പോലും അവർക്കൊരു ബർഡനായി തീരുകയാണ്. അവർക്കതിനെ സ്വീകരിക്കാനോ അനുഭവിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓവറോൾ എനർജി എന്നുള്ളത് കേട്ടോ. ശരിക്കും അവർ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. എവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ശക്തമാകുന്ന ചീറ്റിംഗ് അവർക്ക് ലഭിച്ചു. കാരണം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരൊന്നെങ്കിൽ നിങ്ങളെ മറ്റെന്തൊക്കെയോ രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് എനർജിയിൽ നിർത്തി ചീറ്റിംഗ് ചെയ്ത് കടന്നു പോയിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരെ സംബന്ധിച്ച് അവർക്കൊരു സ്റ്റക്കായ എനർജിയാണ് സംഭവിച്ചിരിക്കുന്നത്. കൺഫ്യൂഷനായിപ്പോയി, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് അവർ ചെന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും വലിയ ശക്തമാകുന്ന 4 വശത്ത് നിന്നും ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന് തന്നെ അവർക്ക് കുത്ത് കിട്ടി, ഒരു ചീറ്റിംഗ് കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവർ ഫോക്കസിങ് ചെയ്ത ഏറ്റവും വിശ്വാസത്തോടു കൂടി ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് അവരോട് ചേർത്ത് നിർത്തിയ സിറ്റുവേഷൻസിൽ നിന്ന് തന്നെയാണ് അവർക്ക് ശക്തമാകുന്ന ഒരു ബ്ലോക്കേജ് വരുത്തി വെച്ചിരിക്കുന്നത്. കാരണം അവരിപ്പോൾ ഉൾവലിഞ്ഞു പോയി, അതായത് എല്ലാ സിറ്റുവേഷൻസിനെയും വിട്ട് അവർ ഏകദേശം ഒരു ഒറ്റപ്പെടലിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ വളരെയധികം ആഗ്രഹിച്ചു അബണ്ടൻസ്, സക്സസ്, ഒരു എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടണം, ഏറ്റവും പവർഫുള്ളായിട്ടൊരു ലോകം കീഴടക്കണം, ദ വേൾഡ്, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രഷ്യസ്, മറ്റുള്ളവർ അവരെ അസൂയോടുകൂടി കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നോക്കി നിൽക്കുന്ന ഒരു എനർജിയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് അവരെ സംബന്ധിച്ച് ഒരു പൂർണ്ണമാകുന്ന തകർച്ചയിലേക്ക്, ഏറ്റവും ഒരു ടോപ്പ് എനർജിയിൽ നിന്നും ഏറ്റവും താഴേക്ക് തലകുത്തനെ വീഴേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് അവർക്കൊരു വ്യക്തിയിൽ നിന്നതിനേക്കാൾ അപ്പുറം അവർക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ശിക്ഷയാണ് അവരിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ട്രാജഡിയാണ്, ദുരന്തം നേരിടേണ്ടി വന്നു. അവരുടെ ജീവിത ശൈലി കൊണ്ടാവാം, അല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടിയ ചില ബാഡ് കർമ്മയുടെ ഫലമായിട്ടാവാം, അവർ നൽകിയ വിശ്വാസവഞ്ചനയുടെയും ചീറ്റിങ്ങിൻ്റെ ഫലമായിട്ടാവാം, എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് തുറന്നു പറയാൻ പോലും സാധിക്കാതെ. അതാണ് ഇവിടെ ഏറ്റവും വലിയ ശക്തമായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് തുറന്നു പറയാൻ സാധിക്കാത്ത വിധം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് തകർന്ന് നിൽക്കുന്നു, ദുരന്തം എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല എനർജിയിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് വന്നു, ഒരു വലിയ തകർച്ചയിലേക്ക് വരേണ്ടി വന്നു, കാർമിക് സിറ്റുവേഷൻസ് നേരിടേണ്ടി വന്നു. അവർ ചെയ്തതെല്ലാം, അവർ എന്തൊക്കെ രീതിയിൽ സക്സസ്സോ ഏതൊക്കെ രീതിയിൽ സുഖങ്ങൾ അനുഭവിക്കാൻ ശ്രമിച്ചു, അതെല്ലാം അവർക്കിപ്പോൾ ബർഡനായി. അവർ നല്ലത് എന്ന് ചിന്തിച്ച് അവരോട് കൂടെ ചേർത്ത് നിർത്തിയതെല്ലാം ഇന്ന് അവർക്കൊരു പാരയായി തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അവരത് മുന്നോട്ടേക്ക് ചുമന്ന് നീക്കേണ്ടതായി വരുന്നുണ്ട്. അതല്ലെങ്കിൽ അവരതിനെ ഒരു തൻ്റെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ എടുത്തു മാറ്റാൻ പറ്റാത്ത വിധം മാറിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അവർ, അവരുടെ സിറ്റുവേഷൻസിനെയും അവരുടെ ലൈഫിനെയും, അതുപോലെ തന്നെ കരിയർ എനർജി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അവരുടെ പൂർണ്ണമാകുന്ന ആ ഒരു സാഹചര്യങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെ ശക്തമായി ഹാർഡ് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരൊരു കാർമിക് എനർജിയിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്കൊരു രീതിയിലും പോസിറ്റീവ് ആവുന്നില്ല. കാരണം ഒരു ട്രാപ്പിഡാണ്, അവർ വലയത്തിനുള്ളിലാണ്. അതിൽ നിന്ന് അവർക്ക് പുറത്ത് കടന്നാൽ മാത്രമാണ് അവർക്കൊരു പോസിറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയുമുള്ളൂ. അവർക്കൊരു തിരിച്ചറിവ്, ഒരു മായാവലയത്തിൽ
നിന്നും അവർക്ക് മാറിയാൽ മാത്രമാണ് എന്താണ് ശരി തെറ്റെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അവർ ഇമോഷണലി പോലും സ്റ്റക്കായിട്ട് നിൽക്കുന്നു, അവരെ ഒരു ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവർ മറ്റേതോ ഒരു വ്യക്തിയുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണതയോടുകൂടി ആ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അവരെ തന്നെ സമർപ്പിച്ച് നിൽക്കുന്ന ഒരു ഗ്രോത്താണ് അവിടെയും പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അതൊരു ഇൻസ്പിറേഷനായിട്ട്, അതായത് ലൈഫിൽ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റക്നെസ്സിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ന്യൂ ബിഗിനിങ് നടത്തിയെങ്കിലും ഇമോഷണലി അവിടെയും പരാജയത്തെയാണ് കാണിക്കുന്നത്. ആ ഒരു ഇമോഷൻസിനെയും അവരേറ്റവും പോസിറ്റീവായിട്ടും സക്സസ് ആയിട്ടും കണ്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് ആവാം, അതല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ എന്ന് ചിന്തിച്ച് അവരുടെ സോൾ എനർജി എന്നുള്ള ഒരു സിറ്റുവേഷൻസോട് കൂടി ചേർത്ത് നിർത്തിയ സാഹചര്യത്തെ ആവാം. ആ ഒരു സ്നേഹത്തെ ആണെങ്കിലും ഇമോഷണലിനെ ആണെങ്കിലും അവർ വിട്ട് കളയേണ്ടതായിട്ട് വരുന്നു. അവിടെയും അവർക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ അവിടെ നിന്ന് വിട്ടുപോകേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അതും ഒരു ബർഡനായി തീർന്നു അവർക്ക്. ഓവർ കൺട്രോളിങ് ആവാം. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന രീതിയിലും ഈ വ്യക്തിക്ക് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു. ആ ഒരു ബന്ധത്തിൽ പോലും, ആ ഒരു ഇമോഷണൽ പരമാകുന്ന തേർഡ് സിറ്റുവേഷൻസിൽ പോലും ഈ ഒരു പേഴ്സണ് യാതൊരു സമാധാനവും നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ഓവർ കൺട്രോളിങ് ആണ്. ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കൈകടത്തുന്ന രീതിയിലും, അതുപോലെ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് ഈ ഒരു പേഴ്സൺ ഒരു വിധി അനുഭവിക്കേണ്ടി വരുന്നു. ആവശ്യമില്ലാത്ത ഒന്നിനെ തലയിലെടുത്തു വെച്ചു എന്നുള്ള ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. മോശമാകുന്ന പല കാര്യങ്ങളെയും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും. ഈ ബർഡനും ഈ പ്രശ്നങ്ങളും ഈ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന പ്രവൃത്തിക്കനുസരിച്ച് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം വളരെയധികം ഒരു കർമ്മ നേരിടുന്നു എന്ന് തന്നെ പറയാം. അത് വേറെ ഒരു രീതിയിലുമല്ല, പ്രപഞ്ചം നൽകിയിരിക്കുന്ന ഒരു ശിക്ഷയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ കാണാൻ സാധിക്കും. അത് കാലം നൽകിയിരിക്കുന്ന ഒരു പ്രതിഫലം മാത്രമാണ് ആ ഒരു പേഴ്സണെ, നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റക്കാണ് ആ ഒരു പേഴ്സൺ. മുന്നോട്ടേക്ക് കുതിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പല അബണ്ടൻസും പല രീതിയിലുള്ള പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസൊക്കെ ഈ ഒരു വ്യക്തിയെ തേടി വരുന്നുണ്ട്. ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റെല്ലാ രീതിയിലും പുതിയ ചില കാര്യങ്ങൾ കരിയർ പരമായിട്ടൊക്കെ വരുന്നുണ്ട്. അബണ്ടൻസൊക്കെ വന്നു ചേരുന്നുണ്ടെങ്കിലും ഈ പേഴ്സണെ സംബന്ധിച്ച് അത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ആ ഒരു വ്യക്തി സ്റ്റക്കാണ്. ട്രാപ്പഡ് എനർജിയാണ്, മൈൻഡാണ് ട്രാപ്പഡായി നിൽക്കുന്നത്. അതായത് മനസ്സുകൊണ്ട് ഉറച്ചൊരു തീരുമാനം എടുക്കാനും ഒരു ആ ഒരു സിറ്റുവേഷൻസിനെ വിശ്വസിക്കാനും ഈ ഒരു പേഴ്സണ് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അതായത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഉള്ള ഒരു ഭയം ഈ ഒരു വ്യക്തിയെ വളരെയധികം മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു വ്യക്തി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ചീറ്റിംഗ് നേരിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇനി വരുന്നതെല്ലാം ഒരു സെയിം എനർജി തന്നെയാണ്. ഇത് തന്നെയാണ്, ചീറ്റിംഗ് ആണോ, ഞാൻ ചതിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയത്തെ ഈ ഒരു വ്യക്തിയെ പിന്തുടരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്താണെങ്കിലും ഡെത്താണ് ഈ ഒരു പേഴ്സണിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റക്ക് എനർജിയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും സ്റ്റക്കാണ്. കാരണം കൺഫ്യൂസ്ഡ് ആണ്. ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ബ്ലെസ്സിങ്സ് വരുന്നത് പോലും, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് പോലും ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ വ്യക്തി അനുഭവിക്കുന്ന സ്ട്രഗിളിങ്ങും പ്രോബ്ലംസും എല്ലാം ചില സാഹചര്യങ്ങളിൽ എൻഡ് ആകുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അത് മനസ്സിലാക്കാതെ ആ ഒരു പ്രോബ്ലംസിനെ വീണ്ടും ചുമക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു മുന്നോട്ടേക്ക് റീബർത്ത് ചെയ്തു കൊണ്ടുപോകുന്നു. കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്. ആ ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു ഫാമിലി, അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ, താൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ്, ഒരു നല്ലൊരു അബണ്ടൻസോട് കൂടിയ നല്ലൊരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരോടും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണമെന്നൊക്കെ. പക്ഷേ ഹാർട്ട് ബ്രോക്കൺ ആണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സൺ കർമ്മ നേരിടുന്നു. ബാഡ് കർമ്മ എന്ന എനർജിയിലാണ് അത് കൺഫ്യൂസ്ഡ് ആക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇമോഷണലി ചീറ്റിംഗ് ആണ് ഈ ഒരു പേഴ്സണ് എപ്പോഴും നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പം പൂർണ്ണമായൊരു ബൗണ്ടറി തീർത്ത് ഭയത്തോടു കൂടി നിൽക്കുന്നു എന്ന് തന്നെ പറയാം.
പറയാം. ആ ഒരു പേഴ്സൺ ഒരു സിറ്റുവേഷൻസിനെ ഹോൾഡിങ് ചെയ്യുന്നുണ്ട്, ഫാമിലി എന്ന സിറ്റുവേഷൻസിനെ ഹോൾഡിങ് ചെയ്യുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിന് ഇരയാക്കപ്പെടുന്നു, ഒരു വിധി നേരിടുന്നു എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഒരു വിധിയായിട്ട് എന്നിലേക്ക് വന്നു ചേരുന്നു എന്നൊക്കെ ഈ വ്യക്തിക്ക് ഒരു ഇന്നർ കോളിംഗ് ലഭിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ ഒരു മാറ്റം വരുമെന്ന് ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സ്ട്രഗ്ലിങ്ങിൽ നിന്നും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും ഈ പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റിലെ സിറ്റുവേഷൻസിനെ, ആ ഒരു ഹാപ്പിനെസ്സിനെയും ഇമോഷൻസിനെയും എല്ലാം ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു, വിട്ട് കളയാൻ പറ്റുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെയും നിങ്ങളെന്ന് പറയുന്ന നിങ്ങളിൽ നിന്ന് അനുഭവിച്ച സിറ്റുവേഷൻസിനെയും നിങ്ങൾ നൽകിയ ഒരു ആത്മാർത്ഥത നിറഞ്ഞ ആ ഒരു പ്രൊട്ടക്ഷനും ഇമോഷൻസും ഇതെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ജഡ്ജ്മെൻറ്റിന് ഇരയാക്കപ്പെട്ടു നിൽക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു വ്യക്തി ഹോൾഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. സ്ട്രഗ്ലിങ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെ വിട്ടുകളയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കൊരു നീതി നൽകണമെന്നത് ഈ ഒരു പേഴ്സണ് വളരെ ശക്തമായിട്ട് അറിയാം. ഒരു ജസ്റ്റിസ് എന്നത് നിങ്ങളാണ്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകേണ്ടി വരും. അതായത് പാസ്റ്റ് ലൈഫിൽ അയാളുടെ ആദ്യത്തെ ഒരു സ്നേഹമാവാം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ഓർമ്മ അവർക്ക് മറന്നു കളയാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുമ്പോഴെല്ലാം അവസാനം വന്ന് നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മയിലേക്കാണ് ഈ ഒരു പേഴ്സണ് അവസാനം വന്ന് നിൽക്കേണ്ടി വരുന്നത്. ഒരു ജസ്റ്റിസ് നടത്തപ്പെടുന്നു എന്ന് ആ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഒരു പേഴ്സൺ നിൽക്കുന്നത്. ശരിക്കും ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങളെ ഈ ഒരു പേഴ്സൺ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ തന്നെ ഒരുപാട് ആൻസൈറ്റിയും ഡിപ്രഷനുമൊക്കെ ആയിട്ട് തന്നെ നല്ലപോലെ ഉറങ്ങാൻ സാധിക്കാത്ത വിധം മാനസിക പിരിമുറുക്കം, നല്ലപോലെ സ്ട്രഗ്ലിങ് അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം. മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നില്ല, പിന്നിലേക്ക് തിരിച്ചു വരാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. എന്താണെങ്കിലും ഒരു വിയോഗം, പ്രിയപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണ് വളരെ ശക്തമായിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഒരു മെൻ്റൽ ക്ലാരിറ്റിയും കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ആവാം ഈ ഒരു വ്യക്തി വളരെ ശക്തമായി ഭയപ്പെടുന്നതായിട്ട് കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ അപമാനം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ലീഗൽ പരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി പെടേണ്ടി വരുമെന്നറിയാം. പക്ഷേ നിങ്ങൾക്കൊരു നീതി നൽകുക എന്നതും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പറ്റാതെ ഈ ഒരു പേഴ്സൺ ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു. ശരിക്കും ഒരു പ്രാന്തമാകുന്ന എനർജിയിലൂടെ കടന്നു പോകുന്നു, ഭയപ്പെടുന്നു എന്തൊക്കെയോ കാര്യങ്ങളെ. അതായത് മറ്റുള്ള സിറ്റുവേഷൻസിനെ, മറ്റുള്ള സാഹചര്യങ്ങളെ, സമൂഹത്തെ ആണെങ്കിലും ഈ ഒരു വ്യക്തി വളരെ ശക്തമായിട്ട് ഇപ്പോൾ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു അടുത്ത് നെക്സ്റ്റ് എടുക്കാനിരിക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തലവേദന ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രഗ്ലിങ്ങിൽ നിന്നും ഈ ഒരു ബന്ധനത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്തേ പറ്റൂ എന്ന് തന്നെയാണ് കേട്ടോ. അതായത് ഇരയാക്കപ്പെട്ടു എന്നുള്ളിടത്തു നിന്ന് ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വെയിറ്റിംഗ് ചെയ്യുകയാണ്. അതായത് ലൈഫിനെ ഒന്ന് ബാലൻസ് ആക്കണം, അല്ലെങ്കിൽ നീതിപൂർവം എന്താണ് എവിടെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് വന്ന് നിൽക്കണമെന്ന് ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നൽകിയത് നിങ്ങൾക്ക് തിരിച്ച് നൽകണം. നിങ്ങൾക്കിടയിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാണെങ്കിലും ബാഡ് കർമ്മ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ നെഗറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും അവസാനിപ്പിച്ച് നിങ്ങൾ അവർക്ക് നൽകിയത് തിരിച്ച് 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് നൽകണമെന്ന ഒരു പേഴ്സൺ തീരുമാനിക്കുന്നുമുണ്ട്. ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാൻ ചെറിയൊരു ഭയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ഒരു സ്റ്റക്നെസ് ഉണ്ട്. ഒരു 2 സിറ്റുവേഷൻസ് ഇവർക്കിടയിൽ നിൽപ്പുണ്ട്. ഈ 2 സിറ്റുവേഷൻസിൽ അൺകണ്ടീഷണൽ ലവ്, അതായത് ആത്മാർത്ഥമായൊരു സ്നേഹം, വിശ്വാസം നിങ്ങളിൽ തന്നെയാണ് അവരൊരു സക്സസ്സും ഒരു പൂർണ്ണതയും ലൈഫിൻ്റെ എൻഡിങ്ങും ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. ആക്ഷൻ എടുത്താലും നിങ്ങളുമായിട്ടുള്ള ഒരു എനർജീനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നത്, ഇമോഷണൽ ബാലൻസിലേക്ക് എത്തിക്കുക എന്നതും
കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളിലേക്ക് ഉടനെ തന്നെ ഒരു കോളോ മെസ്സേജോ ഈ ഒരു പേഴ്സണിൽ നിന്നും തീർച്ചയായിട്ടും വന്ന് ചേരും. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസ് ആയതും അതുപോലെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സ് ഉള്ളതും നിങ്ങളെന്ന എനർജീനെ കുറിച്ചാണ് കേട്ടോ. ഇമോഷണലി അവരുടെ മുന്നിലേക്ക് മറ്റെന്ത് സിറ്റുവേഷൻസ് വരുമ്പോഴും അവർക്ക് അതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു എനർജി അവർക്ക് ഇപ്പോഴാഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർ നേരിടേണ്ടി വന്നിരുന്ന കർമ്മഫലം, ബാഡ് കർമ്മയുടെ എനർജിയുടെ ഫലമായിട്ട് അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. എന്താണ് പൂർണ്ണത, എന്തായിരുന്നു ശരി എന്നുള്ളത് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി എൻഡായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളിലേക്കൊരു റീബർത്ത് എനർജി ആയിട്ട് വരാൻ പോകുന്നു. നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഉടനെ തന്നെ നിങ്ങളിൽ എത്തിച്ചേരുമെന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കാരണം അത്രത്തോളം ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളെന്ന വ്യക്തി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ആഴം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്സ് കേട്ടോ. എന്താണേലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.